ഹായ്, ഞാൻ അൻവർ, ദ വാട്ടർ എക്സ്പെർട്ട്. മറ്റൊരു ലോക പരിസ്ഥിതി ദിനം കൂടി നമ്മൾ ആചരിച്ചു കഴിഞ്ഞു. എല്ലാ വർഷവും ആചരിക്കാറുണ്ട്. പലരും വൃക്ഷത്തൈകൾ നടാറുണ്ട്, പലരും മണ്ണിൽ നടാറുണ്ട്. ഇപ്പോൾ എല്ലാവരും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ മാത്രം വൃക്ഷത്തൈ നടാറുണ്ട്. ഒരു വാട്സപ്പ് ട്രോളിൽ ഞാൻ വായിക്കുകയുണ്ടായി, അടുത്ത 5 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളം ഒരു കൊടുങ്കാടായി മാറും. കാരണം 20 ലക്ഷം വൃക്ഷത്തൈകളാണ് സ്റ്റാറ്റസിൽ മാത്രം നട്ടതെന്ന്. അത് നമ്മളൊരു ട്രോളായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വൃക്ഷങ്ങളുടെ ഒരു കുറവല്ല, മറിച്ച് നമ്മളുടെ ഇന്നത്തെ പൊല്യൂഷനാണ്, മലിനീകരണമാണ്. അത് ജലമലിനീകരണമാകാം, അതുപോലെ വായു മലിനീകരണമാകാം, അതുപോലെ തന്നെ മണ്ണിൽ അധികമായി വരുന്ന പ്ലാസ്റ്റിക് സെറ്റിൽമെൻ്റ് ആവാം. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം നമ്മൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നമ്മളുടെ ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് കടുത്തൊരു വെല്ലുവിളിയായി മാറും. നമ്മൾ എത്രത്തോളം പ്ലാസ്റ്റിക് മലിനീകരണം നമ്മളുടെ ഈ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് ശക്തമായൊരു മഴ കഴിയുമ്പോൾ പുഴയിലൂടെ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളും. സർക്കാർ തലത്തിൽ ഇതിന് ഒരുപാട് പരിഹാരങ്ങൾ കാണാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് കേവലം ഒരു പണപ്പിരിവായി മാത്രം മാറുന്നുണ്ടോ എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹരിതകർമ്മസേന എന്നൊരു സിസ്റ്റം നിലവിലുണ്ട്. പലരും അതിന് 50 രൂപ കൊടുക്കാൻ മടിച്ചിട്ട് എല്ലാവരും ഉറങ്ങിയ ശേഷം പോയി പ്ലാസ്റ്റിക്കിനെ കത്തിച്ച് കളയുന്നൊരു സാഹചര്യം ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. പലരും ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് കൊണ്ട് വായു മലിനീകരണം കുറച്ചുകൂടി അളവ് നമ്മൾ കൂട്ടുകയല്ലാതെ അതുകൊണ്ടൊരു ഗുണമൊന്നും ഉണ്ടാവില്ല. അത് ഇത്തിരി എഡ്യൂക്കേഷൻ വളരെ താരതമ്യേന കുറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മക്കളൊക്കെ എന്തായാലും അതിൻ്റെതായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു അവയർനെസ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ നല്ല രീതിയിൽ സംസ്കരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ നമുക്കതൊരു വലിയ വെല്ലുവിളിയായി തന്നെ മാറാം. ആയതുകൊണ്ട് മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. പണ്ട് ഏതൊരു കവി പാടിയ പോലെ, അവസാനത്തുള്ളി ജലവും മലിനമായി കഴിയുമ്പോൾ, അവസാനത്തെ മീനും ചത്തുപൊങ്ങുമ്പോൾ, അവസാനത്തെ പുൽക്കുടിയും പാടിക്കരിയുമ്പോൾ നാം മനസ്സിലാക്കും നോട്ടുകെട്ടുകൾ കൊണ്ട് വിശപ്പടക്കാനാവില്ലെന്ന്. ആ ഒരു ഗതി, ആ ഒരു അവസ്ഥയിലേക്ക് മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. താങ്ക് യു.